അടിമാലി മേഖലയിൽ വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു. 1000 ഏക്കർ കല്ലമ്പലം ദേവീക്ഷേത്രത്തിന്റെയും ശിവജി ബാലഗോകുലത്തിന്റെയും സനാതനധർമ്മ പാഠശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശോഭയാത്ര നടന്നു. ബാലഗോകുലം കേരളം അടിമാലിയുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിലും ശോഭയാത്ര സംഘടിപ്പിച്ചു. അടിമാലി മേഖലയിലും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു. 1000 ഏക്കർ കല്ലമ്പലം ദേവീക്ഷേത്രത്തിന്റെയും ശിവജി ബാലഗോകുലത്തിന്റെയും സനാതനധർമ്മ പാഠശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ശോഭയാത്ര നടന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഉണ്ണിക്കണ്ണന്മാരും രാധാ രുക്മിണി ഗോപികമാരും ശോഭയാത്രയിൽ അണിനിരന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിഷ്ണുപൂജയുൾപ്പെടെ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു. കല്ലമ്പലത്തിലെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണനും രാധയും രുക്മിണിമാരൊക്കെ നല്ലപോലെ ഒരുങ്ങി വന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വർഷത്തെ ഉത്സവങ്ങളെല്ലാം പോകുന്നുണ്ട്. രാവിലെ തന്നെ ശോഭായാത്ര ആരംഭിച്ചു. ഇനി ഉച്ചയ്ക്ക് അന്നദാനത്തിന് ശേഷം എല്ലാവരും മുറിയടിയും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ബാലഗോകുലം കേരളം അടിമാലിയുടെ നേതൃത്വത്തിലായിരുന്നു അടിമാലി ടൗണിൽ ശോഭായാത്ര സംഘടിപ്പിച്ചത്. അടിമാലി അമ്പലപ്പടിയിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്രയിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ഉറിയടി അടക്കമുള്ള ആഘോഷ പരിപാടികൾ ശോഭായാത്രയെ വർണ്ണാഭമാക്കി. കുരിശുപാറ കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലടക്കം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. അടിമാലിയുടെ സമീപ മേഖലകളിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമായി നടന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.